നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ടൈമിങ്ങിൽ, നിങ്ങളുടെ സമയത്ത് നടക്കുമെന്ന് കരുതരുത്. കാരണം അതൊരിക്കലും അങ്ങനെ നടക്കാറില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ എത്ര നാളായി ഇതിനായി കഠിനമായി പ്രയത്നിക്കുന്നു, അതിനെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നുവെന്നെല്ലാം. ദൈവം എന്നെ ഉപേക്ഷിച്ചുവെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്റ്റീവ് ഹാർവി പറയുന്നു, നമ്മൾ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം അത് ഉടനെ ഷിപ്പ് ചെയ്ത് അയക്കുന്നുവെന്ന്. എന്നാൽ നമ്മൾ വിശ്വാസത്തിന്റെ തെരുവിൽ, ഫെയ്ത്തിന്റെ സ്ട്രീറ്റിൽ കാത്തു നിൽക്കേണ്ടതുണ്ട് ആ ഒരു ഡെലിവറി റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാനായി. അദ്ദേഹം ഒരിക്കലും ഡൗട്ട് സ്ട്രീറ്റിൽ, സംശയത്തിന്റെ തെരുവിൽ ഷിപ്മെന്റ് ചെയ്യാറില്ല. സ്റ്റീവ് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ വളരെയധികം നിരാശനായെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അന്ന് എനിക്ക് ഒരു കോൾ വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാണാനിടയായി. ഞങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സൺഡേയിൽ നിങ്ങളെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കുക, വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും കൺസ്ട്രക്ഷനിലാണ്. നെവർ ഗിവ് അപ്പ്. അങ്ങനെ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പറയുന്നു, ഏറെ താമസിക്കാതെ എനിക്ക് മറ്റൊരു കോൾ വന്നു. വരുന്ന വെള്ളിയാഴ്ച രാത്രി ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ പെർഫോം ചെയ്താൽ താങ്കൾക്ക് $150 പ്രതിഫലമായി നൽകുന്നതാണ്. ഞാനത് സമ്മതിച്ചു. ഞാൻ നന്നായി പെർഫോമും ചെയ്തു. താങ്കൾ ഞങ്ങൾ ഹയർ ചെയ്ത വ്യക്തിയേക്കാൾ നന്നായി പെർഫോം ചെയ്തുവെന്ന് ക്ലബ് ഓണർ പറഞ്ഞു. നാളെ കൂടി പെർഫോം ചെയ്താൽ $150 കൂടി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ദിവസവും പെർഫോം ചെയ്തു. അങ്ങനെ സ്റ്റീവ് ഹാർവേ താൻ ആഗ്രഹിച്ച വഴിയിലൂടെ, ആ ഒരു ദിശയിലൂടെ തന്നെ വളർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഓരോ കാര്യവും ഒരു പ്രോസസ്സിലാണ് വരുന്നത്. അതൊരു പ്രക്രിയയാണ്. സോ സ്റ്റേ ഇൻ ദി പ്രോസസ്. ക്ഷമയോടെ കാത്തിരിക്കുക. ഇറ്റ് വിൽ ഹാപ്പൻ.